പണം എനിക്കൊരു വിഷയമല്ല. മെസ്സി ഇത്തിഹാദിൽ കളിക്കാൻ സമ്മതിച്ചാൽ കരാർ ആയി. ചെക്ക് കൊടുത്തിട്ട് ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ എന്ന് പറയും. മെസ്സി അൽ ഇത്തിഹാദുമായി ഒപ്പുവെക്കാൻ സമ്മതിച്ചാൽ അയാൾക്ക് ഇഷ്ടമുള്ളതത്രയും പണമെഴുതാൻ കഴിയുന്ന ഒരു കരാർ ഞാൻ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യും. അൽ ഇത്തിഹാദിൻ്റെ ഷർട്ട് ധരിച്ച് സൗദി അറേബ്യയിൽ മെസ്സി ഇവിടെയുള്ളതിനാൽ സാമ്പത്തിക ലാഭം എനിക്ക് അർത്ഥമാക്കുന്നില്ല. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെ ലഭിക്കുമെന്നതിനാൽ എനിക്ക് ലയണൽ മെസ്സിയെ വേണം. അതെ, പാരീസുമായുള്ള കരാർ അവസാനിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രതിവർഷം 1.4 ബില്യൺ യൂറോ വാഗ്ദാനം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം അമേരിക്കയെ ഇഷ്ടപ്പെടുന്നതിനാൽ അദ്ദേഹം നിരസിച്ചു. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അൽ ഇത്തിഹാദിൻ്റെ വാതിൽ എപ്പോഴും അദ്ദേഹത്തിന് തുറന്നിരിക്കും. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും വരാം എന്നാണ് അൽ ഇത്തിഹാദിൻ്റെ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ലയണൽ മെസ്സി ആരാധകർക്ക് വളരെ അധികം സന്തോഷം നൽകുന്നതാണ്. ഇതൊരു കിടിലം ഓഫറാണ് ലയണൽ മെസ്സിക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയാണ്. അൽ ഇത്തിഹാദിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അൻവർ അൽ ഫൈലി എന്ന് പറയുന്ന അവരെ ഷെയ്ഖായിട്ടുള്ള അവരെ പ്രസിഡൻ്റായിട്ടുള്ള ആളാണ് പറഞ്ഞിട്ടുള്ളത്, പണം എനിക്കൊരു വിഷയമല്ല. ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്മതിച്ചാൽ മാത്രം മതി. കരാർ റെഡിയാണ്. അദ്ദേഹം പറയുന്ന എമൗണ്ട് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സാലറി എന്നാണ് പ്രസിഡൻ്റായിട്ടുള്ള അൽ ഇത്തിഹാദിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ലയണൽ മെസ്സി വരുമോ വരില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം, കാത്തിരിക്കാം. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് വരുമോ വരില്ലേ എന്നുള്ളൊരു ചെറിയൊരു സൂചനയും കൂടി ഞാൻ തരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് മുന്നേ ഒരു 2 വർഷം മുന്നേ എന്ന് എനിക്ക് തോന്നുന്നു കിടിലം ടീമായിട്ടുള്ള പ്രീമിയർ ലീഗത്തെ ഏറ്റവും മികച്ച ടീമായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി ലയണൽ മെസ്സിയെ സ്വന്തമാക്കാനായിട്ട് അന്ന് പെപ്പ് കുറേ അധികം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ 300 ബില്യൺ ഡോളർ അത്രയൊക്കെ അന്ന് മെസ്സി കൊടുക്കാന്ന് പറയും. ഏറ്റവും വലിയൊരു എമൗണ്ട് അന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ലയണൽ മെസ്സി അവിടേക്ക് പോയിട്ടില്ല. അപ്പം അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ താരം ഒരിക്കലും പൈസയെ അല്ല അദ്ദേഹം നോക്കുന്നതെന്നറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലയണൽ മെസ്സി എന്നറിയാം, അദ്ദേഹം വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കുറേ ഓഫർ വന്നതാണ്. എന്തിനോളം പറഞ്ഞു, വലിയ വലിയ ടീമിൽ നിന്ന് വരെ ഓഫർ വന്നിട്ട് പോലും അദ്ദേഹം പോയത് അമേരിക്കയിലുള്ള ഏറ്റവും ചെറിയ ലീഗായിട്ടുള്ള MLS-ക്കാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ലയണൽ മെസ്സി എന്ന് പറയുന്ന അദ്ദേഹം എല്ലാം നേടിയ ഒരാളാണ്. പണത്തെ പണം കിട്ടാൻ വേണ്ടി പണത്തിന് പിന്നാലെ പോകുന്ന ഒരാളല്ല. എന്നിരുന്നാലും നമുക്കിത് കാത്തിരിക്കാം. നമുക്കറിയാം, സിറ്റി കുറേ എമൗണ്ട് അവിടെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ലയണൽ മെസ്സി എടുക്ക പോയിട്ടില്ലായിരുന്നു. സോ ഇപ്പോൾ ഇതും ഒരു വലിയൊരു ഓഫറാണ്. മെസ്സിക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും പോവില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും ലയണൽ മെസ്സി ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ ഇതിനോടുള്ള നിങ്ങളെ മറുപടി കമന്റ്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമുക്കറിയാം, സൗദി ലീഗിലാണ് നമ്മുടെ സ്വന്തം CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലാണ്. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി സൗദിക്ക് വരികയാണെങ്കിൽ ഈ ഇതൊക്കെ ഇട്ട് കണ്ട് അൽ ഇത്തിഹാദിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ലയണൽ മെസ്സി അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ തമ്മിലുള്ള ഒരു പോരാട്ടം എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും എന്തുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. ഇതിനുള്ള നിങ്ങളെ മറുപടി കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.